ശ്രീമന്നാരായണീയം ദശകം 24 പ്രഹ്ലാദചരിതം വൃത്തം ശിഖരിണി ശ്ലോകം 1 അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹിരണ്യാക്ഷേ പുത്രി പ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലവിധധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപുരമരാരാതി സ്വദസി പ്രതിജ്ഞാവാദേനേ തവ കില വധാർത്ഥം മുരരിപൂ. ഹിരണ്യകശിപുവിൻ്റെ കഥ ആദ്യം തുടക്കം തന്നെ ഒന്ന് പറയുകയാണ്. ഹേ ദേവ മുരരിപൂ, ഭഗവാനെ വിളിക്കുകയാണ്. ഗുരുവായൂരപ്പ, ഭഗവാനെ മുരാന്തക, മുരന്ന അസുരനെ വധിച്ചവനെ. പോത്രിപ്രവര വപുഷ, ഇവിടെ പ്രവര എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിലാണ്. പോത്രി പ്രവര ഇവിടെ വരാഹമൂർത്തിയായിട്ട് വപുഷ, വരാഹമൂർത്തിയായിട്ട് അവതരിച്ച ഭവത നിന്തിരുവടിയാൽ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വരാഹമൂർത്തിയായിട്ട് അവതരിച്ച നിന്തിരുവടിയാൽ ഹിരണ്യാക്ഷേ ഹതേ, ഹിരണ്യാക്ഷൻ ഹതേ നിഗ്രഹിക്കപ്പെട്ടപ്പോൾ, വധിക്കപ്പെട്ടപ്പോൾ ഏതസ്യ സഹജ, ഏതസ്യ ഈ ഹിരണ്യാക്ഷന്റെ സഹജ സഹോദരനായ ഹിരണ്യ പ്രാരംഭ, പ്രാരംഭ എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള, ഹിരണ്യ എന്ന ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന കശിപു, ഹിരണ്യ കശിപു. അപ്പൊ ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യകശിപു വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊന്നുകളഞ്ഞപ്പോൾ ശോക ക്രോധ ഗ്ലബിത ധൃതി, ശോകം ദുഃഖം, ക്രോധം ദേഷ്യം, അമർഷം എന്നിവയാൽ ഗ്ലബിത പൊയ്പോയ, അതായത് സന്തോഷം, ധൈര്യം ഇവയൊക്കെ പൊയ്പോയ, ധൃതി ധൈര്യം ഇതെല്ലാം നശിച്ചവനായിട്ട് സഹോദരനെ ഭഗവാൻ വധിച്ചതുമൂലം വളരെയധികം ദുഃഖമുണ്ടായി ഹിരണ്യകശിപുവിന്. ഭഗവാനോട് വളരെയധികം കോപമുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ സന്തോഷമെല്ലാം നശിച്ചു. അങ്ങനെ നശിച്ചവനായി, ധൈര്യമെല്ലാം ചോർന്നവനായി അമരാരാധി സ്വതസി, ഇവിടെ അമരന്മാരെന്ന് പറഞ്ഞ ദേവന്മാര്, അരാധി എന്ന് പറഞ്ഞ ശത്രു എന്നർത്ഥം, ദേവന്മാരുടെ ശത്രുക്കളുടെ സദസ്സി, സദസ്സിൽ വെച്ച്, അതായത് ദേവന്മാരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ അസുരന്മാര്. അപ്പൊ അസുര സദസ്സിൽ വെച്ച് തവ വധാർത്ഥം നിന്തിരുവടിയെ വധിക്കുമെന്ന് പ്രതിജ്ഞാം ആദേനേ കില, പ്രതിജ്ഞ ആദേനെ എന്ന് പറഞ്ഞ ഇവിടെ ആദേനെ എന്ന് പറഞ്ഞ എടുത്തു, ആദേനെ കില പ്രതിജ്ഞ എടുത്തു, പ്രതിജ്ഞ ചെയ്തുവല്ലോ. ഇവിടെ നരസിംഹാവതാര കഥ ഭാഗവതം 7-ാം സ്കന്ധം 2-ാം അധ്യായം മുതൽ 10-ാം അധ്യായം 50 ശ്ലോകം വരെയുള്ള ഭാഗത്തിലാണ് ശ്രീമദ് ഭാഗവതത്തില് വിവരിച്ചിട്ടുള്ളത്. അതിവിടെ 2 ദശകം കൊണ്ട് ചുരുക്കി
പറയുക. വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊന്നുകളഞ്ഞപ്പോൾ ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യകശിപു ദുഃഖവും ദേഷ്യവും കൊണ്ട് സന്തോഷമെല്ലാം നശിച്ചവനായി തീർന്നിട്ട് അസുരന്മാരുടെ സദസ്സിൽ വെച്ചൊരു പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഭഗവാനെ വധിക്കും എന്ന്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.